അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ വീണ്ടും മഞ്ചേരിയിലേക്ക് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമുക്ക് എല്ലാവർക്കും ഒന്നും ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒഴിവിനനുസരിച്ച് അങ്ങനെ മഞ്ചേരിയിലേക്ക് വരികയാണ്. അപ്പോൾ ഹസ്ബൻഡിന് എപ്പോഴാണ് ഒഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും ഇറങ്ങും. പിന്നെ ചില ദിവസമൊന്നും പറ്റൂല, കാരണം നോമ്പ് തുറന്ന് ഭയങ്കര ക്ഷീണമാവും കേട്ടോ. അപ്പോൾ ചില ദിവസം വേഗം പിന്നെ എന്തായാലും പുറത്ത് പോയി ഇത് എടുക്കണ്ടേ, അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ പോരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നോമ്പ് തുറക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ല സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് പലഹാരമാണ്. അപ്പോൾ എണ്ണപ്പലഹാരത്തിന് വേണ്ടിയിട്ട് നമുക്കിതാ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും മയോണൈസും കൂടെ ചേർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പോകാനുള്ള ധൃതിയിലാണ് കേട്ടോ. കാരണം പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ പോയപ്പോൾ കുറച്ച് സമയം വൈകിയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഫോർക്കാണ് കേട്ടോ. നിങ്ങൾ കത്തി ഉണ്ടെങ്കിൽ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. ചെറുതായിട്ട് അറ്റം വരെ കയറി പോവാതെ കുറച്ച് ബാക്കിൽ വെച്ചിട്ടൊന്ന് നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കത് റോൾ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ മൈദയിലൊന്ന് മുക്കിയെടുക്കാൻ മറന്നുപോയി ആദ്യത്തേത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ മൈദയിൽ മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മൈദയിലൊന്ന് മുക്കിയെടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മസാലയ്ക്ക് എണ്ണയിൽ പിന്നെ അലിഞ്ഞു പോകും കേട്ടോ. അതിലേക്കൊക്കെ എണ്ണയിലായി പോകും. അപ്പോൾ പിന്നെ കണ്ടോ കുറച്ച് കറുത്ത് കിടക്കണുണ്ടല്ലേ. അപ്പോൾ ആദ്യത്തെ ഇതിലെ എണ്ണയിൽ കുറച്ച് ആയി പോയതാണ്. അപ്പോൾ അത് കോരിയെടുക്കണം. പിന്നെ ഉള്ളതൊക്കെ ഇതുപോലെ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രം വേഗം ഇട്ട് കൊടുക്കുക. ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ മയോണൈസും ഇതുപോലെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള പലഹാരം ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റുമ്മാൻ്റെ ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെന്താ പാൽപ്പൊടി ഉണ്ട്, പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നട്ട്സോ ബദാമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനതും ചേർത്തിട്ടില്ല. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാലും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാൽപ്പൊടി കയ്യിലുള്ളൂന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാൽപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പാലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി നമ്മൾ റുമ്മാനും കൂടി ചേർത്ത് കൊടുക്കുക. അതല്ല പാല് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. രണ്ട് രീതിയിലും ഉണ്ടാക്കാം. എനിക്ക് ഈ കളർ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്ന്, നമ്മൾ പണ്ട് കാലങ്ങളിലേക്ക് നമ്മൾ എന്താ പറയുക, ഈ മലമുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഞാറലമ്പഴം പറഞ്ഞിട്ടൊരു സംഭവം, അത്രേ എനിക്ക് പറയാനറിയുള്ളൂ. മറ്റുള്ള പേരൊന്നും എനിക്കല്ല. ആ ഒരു കളറാണ് ഇതിന് കേട്ടോ. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയലൊക്കെ വയലറ്റ് കളറാവില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ കളറ്. നമ്മൾ പാലിലും കൂടി അടിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പിച്ചിട്ട് കഴിച്ചാലുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ഉണർവ് വെക്കും. കാരണം നമ്മൾ നോമ്പ് നോറ്റ് ക്ഷീണിച്ചിരിക്കല്ലേ. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ബിരിയാണി ആയിരുന്നു, ഇന്ന് ഞാൻ പൊറോട്ടയും അതുപോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. കാരണം വേഗം പോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടി, എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. പത്തിരിയൊക്കെ ചുടാൻ തന്നാൽ ഒരുപാട് സമയം നിൽക്കണം. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ പൊറോട്ട ആക്കി. അതൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ ഇവർക്ക് ഇന്നെ കാത്തു നിൽക്കാനെന്നുള്ള സമയമൊന്നുമില്ല. ഇവരൊക്കെ എല്ലാവരും മുറ്റത്തിറങ്ങി, അല്ലെങ്കിൽ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡോറിലൊക്കെ ലോക്ക് ചെയ്തിട്ട് വേഗം പോയി.
അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഫാറൂഖ് മലപ്പുറം അതുപോലെ മുനീർ മലപ്പുറം വന്നിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് പോയ ഷോപ്പാണ് കേട്ടോ ചേലാസ്, മഞ്ചേരി ചേലാസ്. നല്ല അടിപൊളി ഡ്രസ്സുകളും നല്ല സെലക്ഷനൊക്കെ കണ്ടിട്ട് നല്ല ചുരിദാറും എന്ത് വേണമെങ്കിലും നല്ല അടിപൊളി പിന്നെ ഇപ്പോഴത്തെ ഫാഷനിലൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ ചില കടകളിൽ അങ്ങനെയാണല്ലോ, അധികമായിട്ട് ആളുകളൊന്നും ഉണ്ടാവില്ല, ചില കടകളിൽ തിരക്കുണ്ട്, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ ഇപ്പോൾ നല്ല ഇതിൽ പിന്നെ ഷോപ്പൊക്കെ ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ പോകാമെന്നുള്ള. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആളുകളൊക്കെ കുറവാണ്, എന്നാലും ഇപ്പോഴത്തെ എല്ലാ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല രസമുള്ള നല്ല എന്താ പറയുക ചുരിദാറുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് തിരക്കുള്ള കടകളിലൊന്നും കയറേണ്ടത് ഇഷ്ടമല്ല. വേഗം പോവുക, റബ്ബർ ബന്ധം എറിഞ്ഞ പോലെയാണ്, അങ്ങോട്ട് പോവുക അതുപോലെ വീട്ടിലേക്ക് വേഗം തിരിച്ചു വരിക, അതാണ് പരിപാടി. അപ്പോൾ ഇവിടെ തിരക്കില്ലാത്തടത്ത് കയറി നമ്മളെ പരിപാടി വേഗം കഴിച്ചു പോരാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരക്കൊഴിഞ്ഞ കട നോക്കിയിട്ടും കയറിയതാണ്. അപ്പോൾ ഇവിടെ ആളുകൾ കുറവാണ് ഇവിടെ. പക്ഷെ നല്ല അടിപൊളി ചുരിദാറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോവുകയാണെങ്കിൽ നോക്കിയിട്ട് കയറി നോക്കുക. ഞങ്ങളിവിടെ ചുരിദാറൊക്കെ തരുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ മോനും ഒരു പാൻറ്റും ഒരു ഷർട്ടും കൂടെ, അവരൊക്കെ പുറത്തിറങ്ങണ മക്കളല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ താഴെ ഇവിടെ തരുന്ന സമയം കൊണ്ട് അവർ മുകളിൽ പോയിട്ട് അവർക്കുള്ളൊരു പാൻറ്റും ഒരു ഷർട്ടൊക്കെ വീണ്ടും തിരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് അവർ മുകളിലേക്ക് വിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് മോന് ഇവിടെ ഇങ്ങനെ ഞാൻ ചുരിദാർ എടുക്കേണ്ടതൊന്നും പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ മുകളിൽ കയറിയിട്ട് അവിടെ ആ ഭാഗങ്ങളൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത ചുരിദാർ കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് ഇതുപോലെ ഒരു സാരി ഉണ്ടായിരുന്നല്ലോ, നല്ല അടിപൊളി സാരി, ആ ഒരു സാരീൻ്റെ ലുക്കാണ് ഇപ്പോൾ ഉള്ള എല്ലാ ചുരിദാറെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാൻറ്റ് എടുക്കുമ്പോൾ അതിലേക്ക് ഒരു 3-4 ടോപ്പ് മാച്ച് ചെയ്തത് എടുത്ത് പോരും. അപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും ചുരിദാർ എടുക്കുക. ഇപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കളറിൽ എനിക്കില്ലാത്തൊരു കളർ നോക്കിയിട്ട് എടുത്തു പോന്നു. ഇതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം. ലൈക്ക് ചെയ്യാതെ ആരും പോകരുത്, ലൈക്ക് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.